Hi friends, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു സംഭവമാണ് സ്ലൈമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. സ്ലൈമിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കുറേയധികം ലക്ഷക്കണക്കിന് വീഡിയോസ് യൂട്യൂബിലുണ്ട്. പക്ഷേ നമുക്ക് 90% വീഡിയോസും ഫേക്ക് വീഡിയോസാണ്, ചെയ്തിട്ട് സക്സസ് ആവാത്തതാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലൈം റെഡി ആയിട്ട് കിട്ടും. 100% നിങ്ങൾക്ക് ഇത് റെഡിയായി കിട്ടും. ഞാൻ ഉറപ്പ് പറയാണ്, കാരണം നമ്മുടെ ചാനലിൽ ഫേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ 100% ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ കണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട, കുറച്ച് സാധനം മതി. ഇത് ഞാൻ ഇത്ര എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ സമയം കളയുന്നില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, എന്നാലേ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ഗ്ലൂസ് ഒന്നും നമുക്ക് ഈ ഒരു സ്ലൈം ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഗ്ലൂസ് നിങ്ങൾ എടുക്കാതിരിക്കുക. ഈ ഒരു ഗ്ലൂ, അതായത് ഇതുപോലത്തെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ പശ ഒട്ടിക്കുന്ന ആ ഒരു ഗ്ലൂ എടുക്കാതിരിക്കുക. ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് ചെയ്തിട്ട് എനിക്ക് ശരിയായില്ല. സോ ഞാൻ ഈ ഒരു ഗ്ലൂ എടുക്കാതിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് വെച്ച് ചെയ്തതും കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഗ്ലൂ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമ്മൾ എടുക്കുന്നില്ല. നമ്മളിവിടെ എടുക്കുന്ന ഗ്ലൂ എന്ന് പറയുമ്പോൾ ഇതാണ് ഫെവി ഗമ്മാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ ഒരു കളറിലുള്ള ഫെവി ഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് പല റേറ്റിന് അവൈലബിൾ ആണ്, കാരണം ഇതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സോ നമ്മൾ ഈ ഒരു ഫെവി ഗമ്മാണ് എടുത്തിട്ടുള്ളത്. ഫെവി ഗമ്മിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ സ്ലൈം നിങ്ങൾക്ക് വേണോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഫെവി ഗം യൂസ് ചെയ്യാം. വലിയ പൈസയൊന്നും ഈ ഒരു ഫെവി ഗമ്മിന് വരുന്നില്ല. ഇതിന് ഏകദേശം 10 രൂപയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ വാങ്ങിച്ച് നമ്മൾ പാളിപ്പോയതാണ്. സോ നമ്മൾ കറക്റ്റായിട്ടുള്ള വീഡിയോ മാത്രം ഇടാൻ വേണ്ടിയിട്ടാണ്. കുറേ പൈസ ഇതിൻ്റെ പിറകെ നമ്മൾ കളഞ്ഞു, കാരണം കുറേ ആളുകൾ ഫേക്ക് വീഡിയോ ഇടുന്നുണ്ട്. ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇത് ആക്ടിവേറ്ററായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ്, ഈ ഒരു ഫെവി ഗം ആക്ടിവേറ്ററായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ അധികം വീഡിയോസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, കാരണം അതെങ്ങനെയാണ് നമുക്ക് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആക്ടിവേറ്റർ ഇതാക്കാൻ പറ്റുന്നത്. അതൊക്കെ ഫേക്കാണ്. കാരണം മലയാളത്തിൽ തന്നെ കുറേ പേര് ഇട്ടിട്ടുണ്ട്. ഞാൻ ചാനലിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. സോ നമുക്ക് ആവശ്യം ഫെവി ഗമ്മാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലൈമിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ഫെവി ഗം എടുക്കുക. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ കളറാണ്, പോസ്റ്റർ കളറാണ്. പോസ്റ്റർ കളർ നിങ്ങൾക്ക് ഏത് കളറാണോ ആവശ്യം ആ ഒരു കളർ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും കളർ എടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് മെയിൻ ആവശ്യമുള്ളതാണിത്. ഇതാണ് ബോറാക്സ് പൗഡറാണ്. ഇത് 100 ഗ്രാമിന് വില വരുന്നത് 60 രൂപയാണ്. ഓക്കെ, ഇത് നമുക്ക് എവിടെ കിട്ടുമെന്നാണ് ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളം ഡിപ്പോ ഇല്ലേ, വളമൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ഇത് അവൈലബിൾ ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കൃഷിക്കും ഡിറ്റർജൻറ്റിൻ്റെ ഇതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോറാക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് ആയിരുന്നാലും മതി. ബോറാക്സ് എന്ന് എഴുതിയിട്ടൊന്നും ഇല്ല, വേണമെന്നൊന്നുമില്ല. സോ ഈ ഒരു ബോറാക്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ആമസോണിലും അവൈലബിൾ ആണ്. ആമസോണിൽ പിന്നെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളം ഡിപ്പോയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കിട്ടും, വളക്കടയിൽ. ഓക്കെ, ചെടിയുടെ വളം വിൽക്കുന്ന കടയിൽ. അപ്പം ഡൗട്ടെല്ലാം തീർന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിനായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഫെവി ഗം നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ്. ഓരോ കളർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കുകയാണ്. ഫെവി ഗം എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ഫെവി ഗം മൊത്തം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫെവി ഗം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള ഗമ്മ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യരുത്, കാരണം നിങ്ങൾക്കത് കിട്ടത്തില്ല. ഈ ഒരു ഗമ്മാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 100% നിങ്ങൾക്ക് ഷുവറാണ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെവി ഗമ്മിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ പച്ച കളർ പോലത്തെയാണ്. അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾക്ക് മതിയെങ്കിൽ ഈ ഒരു കളർ വെച്ച് ചെയ്യുക. ഇല്ല കളർ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്താലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫെവി ഗം എടുത്തിട്ടുണ്ട്. ഫെവി ഗം നമ്മൾ ഇത് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കളർ എടുക്കുക. ഏത് കളറാണോ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ആ ഒരു പോസ്റ്റർ കളർ എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കളർ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ കളർ എടുക്കുകയാണ്. കളർ എടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂണിൻ്റെ ബാക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ ഒരു കളർ അതിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് നമ്മൾ നമ്മുടെ ഗ്ലൂയിലോട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഈ ഒരു കളർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള സ്ലൈം മൂലം നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ കാണിക്കുന്ന കുറച്ച് മിക്സ് ചെയ്താൽ മതി.
പക്ഷേ അതാ ഈ ഒരു കളർ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിലാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഇരിക്കുന്നത്. കളർ നന്നായിട്ട് ആവണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കളർ മിക്സ് ചെയ്യണം. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല രീതിയിൽ ഞാൻ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ കളർ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കാൽഭാഗത്തോളം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയൊരു ചൂടിൽ ഒരു ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കാൽഭാഗത്തോളം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബോറാക്സ് പൊടി നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ഒരു ബോറാക്സ് പൊടി നമുക്ക് 2 ടേബിൾ സ്പൂണാണ് ആവശ്യമുള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഈ ബോറാക്സിൻ്റെ പൊടി നല്ല രീതിക്ക് വെള്ളത്തിൽ അലിയുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. പെട്ടെന്ന് അലിഞ്ഞോളും, കുഴപ്പമില്ല, നല്ല രീതിക്ക് മിക്സ് ചെയ്താൽ മതി. നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലൈം എടുക്കുക. നമ്മുടെ ഫെവി ഗം വെച്ചുണ്ടാക്കിയ സ്ലൈം എടുക്കുക. ഇതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു ആക്ടിവേറ്റർ യൂസ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആക്ടിവേറ്റർ ഒഴിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ കട്ടിയാവുന്നത് കാണാൻ പറ്റും, ആക്ടിവേറ്റർ ഒഴിച്ച ഉടനെ. അപ്പം നമ്മൾ ഈ ഒരു സാധാരണ സ്ലൈമിൽ കാണുന്നത് പോലെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പണിയുമില്ല. ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഈ ഒരു ആക്ടിവേറ്റർ ജസ്റ്റ് ഒന്ന് ഒഴിച്ചേ ഉള്ളൂ, അപ്പോൾ തന്നെ ഈ ഒരു സ്ലൈമിൻ്റെ ആ ഒരു സംഭവമായി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഇപ്പോഴേ എടുത്ത് കയ്യിലൊന്നും വെക്കരുത്, കാരണം ഒട്ടും. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് സ്ലൈമായി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ സ്ലൈമായി നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഒട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവേറ്റർ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആക്ടിവേറ്റർ താണ്ട് ആവശ്യത്തിൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ബോറാക്സ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവേറ്റർ എല്ലാ ഗമ്മിലും നല്ല രീതിക്ക് വർക്കാവത്തുള്ളൂ. അപ്പോൾ ബോറാക്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ലൈം ഉണ്ടാക്കാൻ മെനക്കെടരുത്, കാരണം അത് വർക്കാവത്തില്ല. സോ മെനക്കെടരുത്, കാരണം എൻ്റെ കയ്യിൽ കുറേ പൈസ പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കയ്യിലൊട്ടുന്നോ ഇല്ലയെന്ന് നോക്കാം. ഇത് നേരത്തെ കയ്യിലായതാണ് ആ ഒരു കളറ്. ഓക്കെ, ഈ ഒരു സൈഡിൽ ചെറുതായിട്ട് കയ്യിലൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് കൈ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓവറായിട്ട് നമ്മൾ ആക്ടിവേറ്റർ ആഡ് ചെയ്യുകയും ചെയ്യരുത്, ശകലം വീതേ ആഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഓവറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിരിന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഓവറായിട്ട് നമ്മൾ ആക്ടിവേറ്റർ ആഡ് ചെയ്യരുത്. ഓക്കെ, ഞാൻ വീഡിയോ സ്പീഡൊന്നും ആക്കിയില്ല, അതിന് മുമ്പേ സ്ലൈമായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആമസോണിലുള്ള കിറ്റുകളിലൊക്കെ സ്ലൈം വരുന്നത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സ്ലൈം ഉണ്ടാക്കുമെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഒട്ടുന്ന ഭാഗത്ത് ഈ ഒരു ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ലൈം റെഡിയായിരുന്നത് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടുന്നില്ലതാ. കുറച്ച് നേരം ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്ട്രെച്ചിങ് ഒക്കെ അതിന് കിട്ടിക്കോളൂ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും നല്ല സ്ലൈമായിട്ടുണ്ട്. 10 രൂപയുടെ ഒരു ഗമ്മി നമുക്ക് ഇത്രയും സ്ലൈമാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാ കണ്ട, നല്ല രീതിക്ക് സ്ലൈമായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കളറും കൂടെ ഉണ്ടാക്കാം. അപ്പം നമ്മളിവിടെ കുറച്ച് കളറുകളിൽ സ്ലൈം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയമായി വെച്ചിട്ട് ഇപ്പോൾ അതാ ഓൾറെഡി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ സ്ലൈം. ഇത് നമ്മുടെ നീല സ്ലൈമാണ്.
ഓക്കെ, നമ്മുടെ റിയൽ സ്ലൈം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കളിക്കാനൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂ സ്ലൈം. പിന്നെ നമ്മൾ മഞ്ഞ കളറിലും കൂടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, പിന്നെ ചുവപ്പ് കളറിൽ ഒരെണ്ണം ഉണ്ടാക്കി. അത് നമ്മൾ ഉണ്ടാക്കിയത് ഫ്ലോപ്പായി. അതിന് കാരണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ഒരു നീല കളറ് ഉള്ള ആ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ അത് ഫ്ലോപ്പാവും, അത് ഉറപ്പാണ്. ഓക്കെ, ഈ ഒരു യെല്ലോ സ്ലൈം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകളിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, കാരണം അത്രയ്ക്ക് ഗ്ലൂ ഇല്ല അതിനകത്ത്. അപ്പോൾ അത് തന്നെയാണ് കാരണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ അവസാനം മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് ഒരു സ്ലൈം ആക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു സ്ലൈം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് വറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് സ്ലൈമായിട്ട് തന്നെ വരുന്നതാണ്. അങ്ങനെയാണ് ഇത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഇതുണ്ട്. ഇപ്പം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സ്ട്രെസ് റിലീഫിങ് ടോയ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈം എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ എന്താ പറയുക, നല്ല രസമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും അത് സ്ട്രെച്ച് ആവുന്നതും അത് തിരിച്ച് ബോളാവുന്നതും നല്ല രസമാണ് അത് കാണാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഓക്കെ, അപ്പോൾ അതായത് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര തന്നെയാണ് സ്ട്രെച്ചിങ് വരുന്നത്. കൂടുതൽ സ്ട്രെച്ചിങ് ഒന്നും അതിൽ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലൂ കുറവായതുകൊണ്ടാണ് അത്രയും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുമ്പം എന്താണ്, വേറെ ഒന്നും നോക്കാനില്ല. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് നോക്കേണ്ടത് ഈ സ്ലൈം എത്ര വരുമെന്നുള്ളത്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പാണ് വലിയൊരു സ്ലൈം ആവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ റെഡ് അതാണ്, റെഡ് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ല, അത് ഫ്ലോപ്പായി പോയതാണ്. ഓക്കെ, ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോറാക്സ് വെച്ച് അടിപൊളി സ്ലൈം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് 100% ഷുവറാണ്, ഒരു രീതിയിലുള്ള ഒരു ഫേക്കും ഇല്ല, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഫേക്കായിട്ട് കാണിച്ചിട്ടില്ല. അഥവാ ഫേക്കായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കണ്ടണ്ട, ഇത് ഞാൻ ഇപ്പോൾ എല്ലാ സ്ലൈമും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെച്ചബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്ലൈം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ അത്യാവശ്യത്തിന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. സ്ട്രെച്ച് കൂടുതൽ ഓവറായിട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശകലം ഗ്ലൂ ആഡ് ചെയ്തോളൂ. നിങ്ങൾ കൂടുതൽ ഗ്ലൂ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് വരും. അപ്പോൾ ഇത്ര ഗ്ലൂ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോറാക്സ് പൗഡർ ഇല്ലാതെ നിങ്ങൾക്ക് സ്ലൈം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കണ്ടോ, സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ? അപ്പം ബോറാക്സ് പൗഡർ ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും സ്ലൈം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ബോറാക്സ് പൗഡർ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളം വിൽക്കുന്ന കടയിൽ കിട്ടും. വളയല്ല, കയ്യിലിടുന്ന വളയല്ല, വളം വിൽക്കുന്ന കടയിൽ കിട്ടും. ഓക്കെ, ആ ഒരു കടയിൽ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ കിട്ടും. ലൂസായിട്ടും കിട്ടും, പാക്കറ്റിലും കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ പോലെ 68 രൂപയാണ് ഈ ഒരു ഇതിൻ്റെ പൗഡർ 100 ഗ്രാമിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി സ്ലൈം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം സ്ലൈമിൻ്റെ കിറ്റൊക്കെ ആമസോണിൽ 500-600 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ വാങ്ങിച്ച് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല രസമുള്ള ഒരു സാധനമാണ്. ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു സ്ലൈം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.